ഹായ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ മീനൊളിയൻ പാറ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് കരിമീൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത് നമ്മളുടെ ഈ മീനൊളിയൻ പാറയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 21 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമുക്ക് വഴിയൊന്നും കറക്റ്റ് അറിയില്ല, എങ്കിലും ഒരു ഊഹം വെച്ചിട്ടാണ് പോയ വഴിക്ക് ഞങ്ങൾക്ക് ചെറിയതായിട്ടൊന്ന് തെറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെയുള്ളൊരു നമ്മളിങ്ങനെ ചോദിച്ച് പോയപ്പോൾ ഒരു ചേട്ടനാണ് നമുക്ക് കറക്റ്റ് വഴി ഇതുവഴി നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നത്. അതായത് നമ്മളുടെ ഈ കരിമീൻകുത്ത് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു കടയുണ്ടല്ലോ, ആ കടയിൽ നിന്നാണ് നമ്മൾ ചെറുതായിട്ട് സംഭാരവും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചത്. അവിടെ പിന്നെ അല്ലാതെ ചെറിയ രീതിയിൽ കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലത്തിന് രണ്ട് സൈഡും കാണുന്ന ഈ കരിമീൻകുത്തിൻ്റെ താഴത്തെ പോർഷനാണ്, അതായത് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ പോർഷൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മളുടെ സ്പോട്ടിലേക്ക് നമ്മൾ നടന്നു പോകേണ്ട ആ പാത്തുള്ളത്. ഞങ്ങൾ പക്ഷെ ഒരുപാട് ഉള്ളിലേക്ക് പോയി കുറച്ച് കറങ്ങേണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു അവസാനം. ആ ഒരു ചേട്ടൻ സഹായിച്ചത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ചേട്ടൻ ഞങ്ങളെ അവിടെ ആ സ്ഥലത്ത് നമുക്ക് പോകേണ്ട വഴിയുടെ അവിടം വരെ കൊണ്ടുവന്ന് കാണിച്ചു. നിങ്ങൾ ഇതുവഴി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് സ്പോട്ട്. കുറേ കറങ്ങിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരിടത്തൊന്ന് വെയിറ്റ് ചെയ്യാം. ടോണിയും വിഷ്ണുവും കൂടി വെള്ളം മേടിക്കാൻ പോയിരിക്കാം. കാരണം നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. വെള്ളം മേടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഇത് അല്ല, നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളപ്പോൾ കരിമീൻകുത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് വേറെ ഏതോ കുത്തിലേക്ക് വന്ന് പെട്ടിരിക്കുക. നമ്മൾ ഈ വഴി കൂടെയാണ് പോകാൻ പോകുന്നത്. ഈ വഴി കൂടെ പോയി നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ വെള്ളം മേടിച്ചിട്ട് വന്നു. അപ്പോൾ വെള്ളം മേടിച്ചിട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെ അധികം വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ആ താഴോട്ട് പോകാൻ നോക്കുമായിരുന്നു, അതായത് നമ്മൾ വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഇതും ട്രക്കിംഗ് മോഡിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല നല്ല കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ പോവുക, കെയർലെസ് ആയിട്ടൊന്നും പോവാതിരിക്കുക ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം പാറയുടെ മുകളിൽ കൂടെ വലിഞ്ഞു കയറണം, പാറക്കല്ലുകളാണ്, അതുകൊണ്ട് സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം തന്നെ, ഈ സ്ഥലം തന്നെ കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ വെള്ളം കുടിക്കാൻ കയറി എന്ന് പറഞ്ഞില്ലേ, ആ കടയിലെ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ചാനലുകാർ വന്ന് വീഡിയോ പിടിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ കഥ. അപ്പോൾ നമ്മളിപ്പോൾ എന്നാലും താഴത്തെ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. അവിടെ നിന്ന് ഒരുപാട് കയറി പോകണം കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ. ആ ഭംഗി കാണണമെങ്കിൽ ഒരുപാട് കയറി പോകണം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ വെള്ളച്ചാട്ടം കാണില്ല. പക്ഷേ ഈ കയറി പോകുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ആ ചേട്ടൻ ഞങ്ങൾക്ക് വഴി പറഞ്ഞെന്ന ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു, അവിടെ നിന്ന് കാണിച്ചു തന്നു. അതായത് ഇന്ന പോർഷനിൽ നിങ്ങൾ ഇറങ്ങരുത്, ഇന്ന പോർഷനിൽ ഇറങ്ങണം, അവിടെയൊക്കെ ആഴമുള്ളത് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ആ ചേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾക്ക് സേഫ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷനിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അത് അവിടുത്തെ ലോക്കൽസ് ആണെന്ന് തോന്നുന്നു. ഫാമിലി ആയിട്ടൊക്കെ അവിടെ വന്ന് അതിൻ്റെ അടുത്തുള്ള ചെറിയ തോട്ടത്തിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കേട്ടോ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും ടോണിയും വിഷ്ണുവും വെള്ളത്തിലിറങ്ങി കുളിച്ചു. ബാക്കി ഞങ്ങൾ അവിടെ വെറുതെ കാലൊക്കെ നനച്ച് അങ്ങനെ സൈഡിലൊക്കെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു മൂടുണ്ടായില്ല വെള്ളത്തിലിറങ്ങാൻ. ഓൾറെഡി നമ്മൾ മീനൊളിയൻ പാറയിൽ പോയിട്ട് വന്നിരിക്കുവാണേ. അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഇച്ചിരി ഇരുന്ന് കാലൊക്കെ നനച്ചു, അത്ര തന്നെ. അപ്പോൾ ഈ കയറുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങണ സമയത്ത് കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കയറിപ്പോവാൻ. കണ്ടോ പാറക്കല്ലുകൾ.
ഞങ്ങളുടെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ മീനുളയും പാറം പോവുക എന്നുള്ളതായിരുന്നു. ഈ കരിമൺകുട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിലുള്ള സ്ഥലത്ത് പോകാനോ ഒന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പോയി അങ്ങനെ പോയി അത് തന്നെ. പക്ഷേ റിഗ്രറ്റുമില്ല. ഒരുപാട് എന്ന് വെച്ചാൽ ഈ 3 സ്ഥലവും അടിപൊളി സ്ഥലമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങിയെന്ന് പറഞ്ഞ സ്ഥലം ഇതാട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അധികം ആഴമില്ല ഈ ഒരു പോർഷനിൽ. അതിനപ്പുറത്തോട്ടെന്ന് പറഞ്ഞാൽ അവിടെയും വലിയ ആഴം എന്ന് പറയാനില്ല. ഞാനൊക്കെ നിന്ന് മുങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങൾ ഇരുന്ന പാർക്കല്ല കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടൊക്കെയാണ് ഇരുന്നത്. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുന്ന പോർഷൻ മാത്രം നല്ല തണൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ശ്രമിച്ച് കുറേ സമയം നോക്കാം. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടോ. കുറച്ച് കയറാനുണ്ട്. കയറണ ഞാൻ എടുത്തിട്ടില്ല, ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്പോട്ട്. അവിടെ 2 പേര് മുകളിൽ നിൽക്കാൻ കണ്ടില്ലേ? അവർ ഏത് വഴി കയറിയെന്ന് എനിക്കറിയില്ല കേട്ടോ. വേറെ വഴി ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട്. ഇവിടെ എന്തായാലും നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടാ. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇറങ്ങിയില്ല. കുറച്ചും കൂടെ അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി അപ്പുറത്തോട്ട് നിൽക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അടുത്തുള്ള വീഡിയോ കാണിച്ചു തരാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമുള്ള സമയത്ത് എന്തായിരിക്കും അവസ്ഥ. ഇവിടം വരെ എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു കിട്ടാം. കാരണം കറി പിടിച്ചൊക്കെ കയറണ്ടേ. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇറങ്ങാൻ വഴിക്ക് പാറക്കല്ലുകളാണ്. സൂക്ഷിച്ചൊക്കെ നടക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. ഈ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണ അനുമോളാട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന ആൾ വെറുതെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെയും കുറച്ച് ആഴവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടുത്തെ ലോക്കൽസിനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം അവർക്കറിയാം ഇവിടെ എവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യം. നമുക്ക് തോന്നും ഇവിടെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും എന്ന് തോന്നുന്ന സ്ഥലങ്ങൾ കുറച്ചുണ്ട് കേട്ടോ. നിങ്ങൾ ആ കാണുന്ന കുളം പോലെ കിടക്കുന്നില്ല, അവിടെ ഇറങ്ങാൻ പറ്റില്ല. അവിടെ ആഴമുള്ള സ്ഥലമാണ്. അതിന് തൊട്ട് താഴെ ഒരു ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ കരിമീൻകുട്ടിലെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ ആ കടയിൽ കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. സംഭാരവും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. കാരണം നമുക്ക് കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു ഫീലായിരുന്നു. കാരണം നല്ല വെയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ ഒരു പ്ലാനില്ല. മീനുളിയും പാറ മാത്രമായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. പിന്നെ എന്തായിരുന്നാലും നമ്മൾ ഇറങ്ങി. നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ പാർട്ട് 3 കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.